EMS ഭവന പദ്ധതിയിലെ കുടുംബങ്ങളുടെ ആധാരം UDF സ്ഥാനാർത്ഥികൾ വീടുകളിൽ നേരിട്ടെത്തിച്ചു നൽകി വോട്ടുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ സംഘർഷം. ആരോപണത്തെ തുടർന്ന് LDF പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് EMS ഭവന പദ്ധതി നമുക്ക് പാസ്സായി വീട് കിട്ടി. ആ വീട് കിട്ടിയ സമയത്ത് ഒരു 8 വർഷം നമ്മൾ ആധാരം പഞ്ചായത്തിൽ വെക്കണം എന്നുള്ളതാണ് തന്നെ നിയമം. ആയിക്കോട്ടെ, നമ്മളത് അങ്ങനെ കൊടുത്തു. 8 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് 15 വർഷമായിട്ടും നമുക്കത് കിട്ടിയിട്ടില്ല. EMS ഭവനത്തിൽ നിന്ന് 75,000 രൂപയാണ് ലോണ് പാസ്സായിട്ടുള്ളത്. അതിൽ 52,500 രൂപയാണ് ഞങ്ങൾക്ക് ക്യാഷായിട്ട് കിട്ടിയിട്ടുള്ളത്. പഞ്ചായത്തിൽ പോയപ്പോൾ അത് 75 കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിലാണ്. അപ്പോൾ അവർ അത് ഇല്ലാത്തതിൻ്റെ പേരിൽ ആധാരം വരെ എന്തോ ചെയ്തു. പഞ്ചായത്തിൽ ആധാരം ഇല്ല. 15-20 പ്രാവശ്യത്തോളം ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഇവിടുന്ന് പണി സ്വീപ്പാക്കിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ സെക്രട്ടറി പറയുന്നത് നിങ്ങൾ ആധാരം ഇവിടെ ഇല്ല, ഈ ആധാരം വിജിലൻസ് കേസിലാണ്, അപ്പോൾ അവർ സ്റ്റേഷൻ വിജിലൻസിലാക്കാനും ഇവിടെ ഇല്ല, സാധനം ഇല്ല എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആധാരം ഈ ഇലക്ഷൻ്റെ സമയം വെച്ച് ഇന്ന് രാത്രി 8 മണി സമയത്ത് ഞങ്ങൾ വീട്ടിലെത്തണമെങ്കിൽ അത് ഞാൻ അറിയുകയോ ഞാൻ സെക്രട്ടറിയത്ത് പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്യാതെ ഞാൻ അറിയാത്ത ആധാരം എൻ്റെ വീട്ടിൽ വന്നത് എങ്ങനെ അത് എനിക്കറിയണം. ആധാരം വീട്ടിൽ കിട്ടിയിട്ടുണ്ട്, സംഭവം കിട്ടിയിട്ടുണ്ട്, ഞാനത് അറിഞ്ഞിട്ടില്ല. അത് ഞാൻ വീട്ടിലുണ്ടായിട്ടില്ല. ആരാണ് കൊടുന്നു കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ കൊടുന്നു കൊടുക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ EMS ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ കുറേ ആധാരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ചെണ്ണം തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ടുമുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാനുള്ള സമയത്തും എല്ലാം നമ്മൾ അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ വന്ന ശേഷം, ഞാൻ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ എത്ര എണ്ണം തിരിച്ച് കിട്ടിയെന്നോ HC വന്ന ശേഷം, നമ്മുടെ ഫിറോസ് HC വന്ന ശേഷം തിരിച്ചു കൊടുക്കുന്ന ആധാരങ്ങളുടെ കോപ്പി നമ്മൾ ഇവിടെ മേടിച്ച് വെച്ച് ആധാരം കൈപ്പറ്റി എന്ന് പറഞ്ഞ് രജിസ്റ്റർ ഒപ്പിട്ടാണ് ആധാരം കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആധാരം കൊടുത്തത്. ഇത് ആ ആധാരം ഇന്ന് ബാക്കി വരും. അല്ലെങ്കിൽ പഞ്ചായത്തിൽ അധികാരത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടോ? പഞ്ചായത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ തന്നതിനും തെളിവില്ല, ഇരുപത്താറ് മണിക്കൂർ 48 മണിക്കൂർ നടക്കില്ല. ഇവർക്ക് എങ്ങനെ ഈ ആധാരം കൊടുക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ ഈ മുഹമ്മദ് കൊണ്ടേ കൊടുത്തോണ്ടല്ലോ, മുഹമ്മദ് ഓൻ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള 450ഓളം വരുന്ന ആധാരങ്ങളിലെ 159 മാത്രമാണ് ഇപ്പോൾ ഇവിടെ രേഖയുള്ളത്. മറ്റുള്ള ആധാരങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷന് വോട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധമാക്കി ഇവിടെയുള്ള ഗുണഭോക്താക്കളായ പാവപ്പെട്ട ഗുണഭോക്താക്കളായ ആളുകൾക്ക് ഈ ആധാരം മടക്കി കൊടുക്കാതെ കൈവശം വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പൊ പഞ്ചായത്തിലും അതുമായി ബന്ധപ്പെട്ട രേഖയില്ല എന്നാണ് സെക്രട്ടറി ഇവിടെ പറയുന്നത്. എന്തായാലും പോലീസും അതുപോലെ തന്നെ ആളുകളൊക്കെ നന്നായി ഇടപെട്ടതിന്റെ ഭാഗമായി ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ RO അടക്കം ഇവിടെ വന്ന് ഞങ്ങളുമായി ബന്ധപ്പെടുത്തി ചർച്ചയിൽ അവരെന്തായാലും ഈ കേസുമായി FIR ഇടാമെന്നും ഇതിലെ കൃത്യമായ അന്വേഷണം നടത്താമെന്നും ഇവിടെ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വരെ അറിയാതെയാണ് ആധാരങ്ങൾ പോയി എന്ന് സെക്രട്ടറി തന്നെ മൊഴി കൊടുക്കുകയാണ്. കളവ് പോയി എന്നാണ് പറയുന്നത്. CCN പെരിന്തൽമണ്ണ.